മാസത്തിൽ 2-3-4 ദിവസം എന്തായാലും സ്ത്രീകൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ കുറെ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ ശരീരത്തിന്റെ വേദന കൊണ്ട് നമുക്ക് വല്ല ഗുളിക കുടിച്ചാലോ കുറച്ചു നേരം റെസ്റ്റ് എടുത്താലോ ഒക്കെ ഒരു ഭേദമൊക്കെ കിട്ടും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും അതുപോലെ ഇരിക്കുമ്പോഴും നീക്കുമ്പോഴും കിടക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും ഒക്കെ ഓവർഫ്ലോ ഒക്കെ ഉള്ള സമയത്ത് അത് വലിയ പാടാണല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുള്ള ഒരു പ്രൊഡക്റ്റ് കാണിക്കേ. എത്രയെന്ന് കണ്ടോ. സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. എവർടീൻ പീരീഡ് കെയർ XXL സാനിറ്ററി പാഡാണ്. അത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നെന്റെ മോന്തയ്ക്ക് ചെറിയൊരു പ്ലാനത് ഉണ്ടാവും. അതായത് എല്ലാവർക്കും പീരീഡ് ഡേ ഒരേപോലെ ആയിക്കോണമെന്നുണ്ടാവില്ല എല്ലാം ഇപ്പോഴും അല്ലെ. ഇന്നാ തന്നെ മുന്നത്തേക്ക് അപേക്ഷിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ ഒക്കെ എന്റെ പീരീഡ് ഡേ ഒരു ഹാപ്പി ഡേ പോലെ തന്നെയാണ് ഞാൻ ആഘോഷിക്കുന്നത്. അതിന് മെയിൻ ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എവർടീൻ പീരീഡ് കെയർ XXL സാനിറ്ററി പാഡ് തന്നെയാണ്. എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തും പിന്നെ അതുപോലെ നല്ല തിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് ഒരു ഓവർഫ്ലോ ഹെവി ഫ്ലോ ഒക്കെ ഉള്ള സമയത്ത് സേഫായി സമാധാനമായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കെ പറ്റും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുക വയ്ക്കുക, അപ്പം കൂടെ നമുക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അത്തരം കുറേയേറെ ക്വാളിറ്റികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് എവർടീൻ പീരിയഡ് കെയർ XXL സാനിറ്ററി പാഡ് തന്നെ ഈ ഒരു എവർടീൻ്റെ പ്രൊഡക്ട്സുകൾ തന്നെ ഉപയോഗിക്കണത്. നമ്മുടെയൊക്കെ ലൈഫിലുള്ള ഈ പീരിയഡ് ഡേയ്സ് നമുക്ക് റെസ്റ്റ് ചെയ്ത് ഇരിക്കാനൊന്നും പറ്റൂലല്ലോ. ഒരുവിധ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യണവരായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരായിരിക്കും. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ അടങ്ങി അങ്ങനെ ഇരിക്കണം രാവിലെ തൊട്ട് വൈകിട്ട് വരത്തേക്കും. എല്ലായ്പ്പോഴും നമുക്ക് പാഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എത്തിക്കോണം ഉണ്ടാവൂല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ടൈമുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ പാഡ് തന്നെ നമുക്ക് കുറെ അധികം നേരം അങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഇതിന്റെ ടോപ്പ് ലെയർ ഫുൾ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും റാഷസ് ഒക്കെ ഉണ്ടാവും ചിലവർക്ക്. ഇതാകുമ്പോഴത്തേക്കും ഈ പാഡിന്റെ ടോപ്പ് ലെയർ വന്നിട്ട് കോട്ടൺ കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സോഫ്റ്റ് ആയ സ്കിന്നിന് വേറെ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നല്ല സേഫ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. എവർടീൻ പീരിയഡ് കെയർ XXL സാനിറ്ററി പാഡിന്റെ ഒരു നല്ല ഗുഡ് ക്വാളിറ്റി തന്നെയാണ് അത് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റും ഇത് എന്തോരം ഏരിയാസിൽ നമുക്കിത് ഇങ്ങനെ കവറായി ഇരിക്കും എന്നുള്ളത്. പിന്നെ ഇതിൽ ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അത് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇളകാണ്ട് അങ്ങനെ സേഫ് ആയിട്ട് ഇരുന്നോളും. ഈ പാഡുകളിൽ ഉണ്ടല്ലോ നീം അതുപോലെ കുങ്കുമപ്പൂവ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയും ഈ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കും. നമ്മൾ ഇത്തരം പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ തന്നെ മേടിക്കാൻ നോക്കുക. അതായത് നമുക്ക് എപ്പോഴും ഏറ്റവും വൃത്തിയായിരിക്കേണ്ട ഒരു സമയമാണ് പീരിയഡ് ടൈം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ളതാവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിത് ഒരുപാട് കാലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഇതിന്ന് അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് കാണിക്കുകയാണ്. ഈ ഒരു പാഡിനെ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റിൽ ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇത് ലീക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അത്യാവശ്യം ക്വാണ്ടിറ്റി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒട്ടും തന്നെ പുറത്തോട്ടൊന്നും ലീക്ക് ആയിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലാവുണ്ടാവും. അത്യാവശ്യം തിക്കുമാണ്, നല്ല നീളമാണ് ഈ ഒരു പാഡുകൾ. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വെള്ളം നമ്മളതിൽ ഒഴിച്ചിട്ടും ഒട്ടും തന്നെ അപ്പുറം ഇപ്പുറം ഒന്നും ലീക്ക് ആവാത്തത്. നോക്കിയേ, ഒരു ലേശം വെള്ളം പോലും ഒട്ടും ഒരു ബെഡ്ഷീറ്റിലോട്ട് വന്നിട്ടേ ഇല്ല. പുറത്തോട്ട് ലീക്ക് ആവാതിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അത് തന്നെയാണ് ഈ പാഡുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ലക്ഷ്യം അല്ലേ. അത് നമുക്ക് ഒരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയണം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെള്ളം ഈ ഒരു പാഡുകൾ വലിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി വെള്ളം അത് വലിച്ചെടുത്താലും കൂടെ ലീക്ക് ആവാത്തത് ഇത്തരം പാഡുകളുടെ നല്ലൊരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ് എന്നാണ് വീണ്ടും ഞാൻ പറഞ്ഞു തരണത്. എവർടീൻ പീരിയഡ് കെയർ XXL സാനിറ്ററി പാഡിന്റെ ഈ ഒരു പാക്കറ്റിൽ വന്നിട്ട് 10-40 പാഡുകൾ ഉണ്ട് കേട്ടോ. ഇതൊരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ അമ്മയും അതുപോലെ പെൺകുട്ടികളും ഒക്കെ പീരിയഡ് ആവുകയാണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഈട് നിൽക്കും ഒരൊറ്റ പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു പാക്കിങ്ങിന്റെ ഭംഗിയും അതുപോലെ ക്വാളിറ്റിയും വേറെ എടുത്ത് പറയേണ്ടതാണ്. എന്താ വെച്ചാൽ ഓരോ പാഡും തനി കൂടുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ നല്ല സേഫുമായി നല്ല ക്വാളിറ്റിയിൽ സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാൻ പറ്റും. അതിലോട്ട് പൊടിയോ ബാഗിലുള്ള മറ്റു വെള്ളം കണ്ണി കണ്ടതോ ഒന്നും ആവൂലോ. ഇങ്ങനെ തന്നെ ഈ പാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അത് അത്രയും സേഫ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. അതും ഈ ഒരു പാഡിന്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ഇത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. നമ്മളെല്ലായ്പ്പോഴും കൈ കരുതുന്നതാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പാഡുകൾ കൊണ്ടുപോകാൻ എളുപ്പമാണ്.
അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള പാഡുകളൊക്കെ മേടിക്കണമെങ്കിൽ എവർടീൻ പീരിയഡ് കെയർ XXL സാനിറ്ററി പാഡ് മേടിക്കണമെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ഇവിടെ ടാഗ് ആക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കയറി വെക്കൂ കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് എവർടീൻ്റെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ് എവർടീൻ്റെ പീരിയഡ് കെയർ XXL സാനിറ്ററി പാഡ്. എന്താ വെച്ചാൽ ഇത് നല്ല വലുപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല വലുപ്പമുണ്ട്. പിന്നെ കോട്ടൺ ആണ്. അപ്പോൾ അതിൻ്റെതായ കുറേ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇതിങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോവാന്ന് നിൽക്കുക, നമുക്കിത് കൊണ്ടുനടക്കാൻ നല്ല സുഖമാണ്. അതായത് നമ്മുടെ കുഞ്ഞൊരു ബാഗിലാണെങ്കിലും വലിയ ബാഗിലാണെങ്കിലും ഒക്കെ നമുക്കിത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഈ ഒരു കവർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പേടിമയ്ക്ക് വേറെ പൊടിയോ നമ്മുടെ ബാഗിലൊക്കെ ഉള്ള വേറെ അഴുക്കും ഒന്നും ആവും ചെയ്യൂല. തുടർച്ചയായിട്ട് ഇത്തരം പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ പറയണത്. അല്ലാണ്ട് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഉള്ള ഒരു റിസൾട്ടല്ല. അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് എവർടീനിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ തന്നെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കൂ. ഒരു തവണ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് തന്നെ മേടിക്കുള്ളൂ. എവർടീൻ്റെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ പീരിയഡ് ഡേ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആള് എവർടീൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റൊക്കെ ടാഗ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിച്ച് നോക്കി വെക്കുക, ഉപയോഗിച്ച് നോക്കി വെക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് വീഡിയോയുടെ കമൻറ്റിൽ പറഞ്ഞേക്കണേ. ഒരു തവണ നിങ്ങൾ എവർടീൻ്റെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇതുപോലത്തെ പ്രൊഡക്ട്സേ ഉപയോഗിക്കുള്ളൂ. ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, എനിക്ക് സ്ഥിരമായിട്ട് ഈ പാഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൊറിച്ചിലും അതുപോലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ട് ഡോക്ടറെ അടുത്ത് അഡ്മിറ്റ് ആവേണ്ടി വന്നത്രേ. അപ്പോൾ ഞാൻ ചോദിച്ചത് ഏതാണ് സാധനം, പ്രൊഡക്റ്റ് ഏതാന്നൊക്കെ ചോദിച്ചു. പ്രൊഡക്റ്റ് കാണിച്ചു തന്നു. കാണുമ്പോൾ ഒക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്, കുറച്ച് റേറ്റ് ഒക്കെ കമ്മിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പൊട്ട പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ള ടൈമുകളിൽ നമ്മൾ ഏറ്റവും സേഫായിട്ടുള്ളത് ഏറ്റവും നല്ലതുമായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുക. നമ്മളിത് കുറേ കാലമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. നമുക്കറിയാം ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു എന്താ പറയുക അതിൻ്റെ ഒരു ക്വാളിറ്റി. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രൊഡക്റ്റൊക്കെ മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞേക്കണേ. ഈ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിലായാലും അതുപോലെ മറ്റെല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. റേറ്റ് ആണെങ്കിലും നമ്മൾ ചില സമയത്തൊക്കെ നോക്കുമ്പോൾ റേറ്റൊക്കെ ഇച്ചിരി കമ്മിയായിട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് മേടിച്ചോളും. ഒത്തിരി പാഡുകൾ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. കൊടുക്കുന്ന റേറ്റ് നമുക്ക് എന്താ പറയുക മുതലാക്കാൻ പറ്റും, ക്വാളിറ്റിയുടെ കാര്യത്തിലും ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും.